പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ഐക്യത്തിൽ അങ്ങ് രൂപം കൊടുത്ത കുടുംബങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ കുടുംബത്തിന്റെ മാതൃകയാക്കി തിരുക്കുടുംബത്തെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് സ്നേഹത്തിലും ക്ഷമയിലും ഐക്യത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ വലിയ സ്നേഹ കാരുണ്യത്തിലേക്ക്, ആ ഐക്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തിൽ നിറഞ്ഞ കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറച്ച് വലിയ സ്നേഹത്തിന്റെ ചൈതന്യം കൊണ്ട് നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ വലിയ സഹായം ഞങ്ങളുടെ കുടുംബത്തോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെയും യോസേപ്പിതാവിന്റെയും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അതിസ്വാഭാവികമായ കൃപകളും നിറച്ച് ദൈവമായ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ചും ഈ മക്കൾ സമർപ്പിച്ച കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ ഈ ആശീർവാദ ശക്തി പ്രകടമാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം യോസേപ്പിതാവും മാതാവും ഈശോയെ ദേവാലയത്തില് കാഴ്ചവെക്കുന്ന വലിയ സംഭവമാണ്. അതായത് നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട്, സഭാ നിയമം അതെല്ലാം അനുസരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കാം. ശുദ്ധീകരണത്തിന്റെ നിയമങ്ങളും കർമ്മങ്ങളും ഒക്കെ പൂർത്തിയാക്കിക്കൊണ്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അച്ചിട്ട പോലെ അനുസരിക്കുന്ന യോസേപ്പിതാവും മാതാവും ഉണ്ണീശോയും. നമുക്കറിയാം, ദൈവപുത്രൻ, ദൈവമാതാവ്, വളർത്തു പിതാവ്, ഇവരൊക്കെ വലിയ സ്ഥാനമുള്ളവര്. പക്ഷെ ഈ സ്ഥാനമുണ്ടെങ്കിലും കർത്താവിന്റെ നിയമത്തിനും കർത്താവ് നൽകിയ കൽപ്പനകൾക്കും അനുസരിച്ചുകൊണ്ട് വലിയൊരു മാതൃക നൽകിക്കൊണ്ട് ഈശോയെ ദേവാലയത്തില് കാഴ്ചവെക്കുകയാണ്. ശുദ്ധീകരണ കർമ്മത്തിന്റെ എല്ലാ നിയമങ്ങളും അവർ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു മേഖല ഇവിടെ തന്നെ ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വലിയ സമർപ്പണം എന്ന് പറഞ്ഞാല്, മക്കൾ ദൈവത്തിന് ദാനമാണ്. ദൈവം തന്നതാ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ മാമോദിസ കൊടുക്കുമ്പോ ദേവാലയ കർമ്മം ഇതുമായിട്ട് ബന്ധപ്പെട്ട സമർപ്പണമാണല്ലോ. ശുദ്ധീകരണത്തിന്റെയും ദേവാലയ പ്രവേശനത്തിന്റെയും മാമോദിസയിലൂടെ ഈ കുഞ്ഞിനെ ദൈവമകനാക്കി ദൈവമകളാക്കി മാറ്റുന്ന വലിയ കൂദാശയാണ്. നിയമപ്രകാരം ഉള്ള കാര്യങ്ങളാണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തില് ഒരു സമർപ്പിക്കലുണ്ട്. എന്താണ്? ദൈവം തന്ന കൊച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കണം. ഈ ഒരു തിരിച്ചറിവോടെ ഇന്ന് നമ്മുടെ കൂദാശ പരിക്രമങ്ങൾ, ദൈവത്തിന്റെ കൊച്ച, മാംസത്തിൽ നിന്ന് ജനിച്ച മാംസമായ കൊച്ചിനെ ദൈവത്തിന്റെ കുഞ്ഞാക്കി പരിശുദ്ധാത്മാവിനെ നിറച്ച് സ്വർഗത്തിന്റെ പൗരത്വത്തില് സ്വർഗീയ പിതാവിന്റെ കുഞ്ഞാക്കി മാറ്റുന്ന ആ വലിയ കൂദാശയിൽ ആ ഒരു ചൈതന്യത്തോടെ സമർപ്പിച്ച് ആ കൃപകൾ കൊണ്ട് നിറച്ചെടുക്കണം. നമ്മുടെ കുടുംബത്തെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ, നിങ്ങളുടെ കുഞ്ഞിനെ ഇതുപോലെ നിറച്ചെടുക്കുന്ന കൂദാശ, അതിന്റെ ചൈതന്യം, അതിനുള്ള പ്രാധാന്യം നമ്മൾ എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കി ചെയ്യണം. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് വരും. അവിടെ ഇതിനെ കുറിച്ച് അച്ഛൻ വീണ്ടും പറയും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപയും നമ്മൾ ചെയ്യാത്ത സമർപ്പണത്തിന്റെ മേഖലകളും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ കണ്ടോ, ഇവര് ഇതുപോലെ സമർപ്പിക്കണം. ശിമയോന്റെ കാര്യങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ശിമയോൻ പറയുന്ന വാക്കുകൾ അത്ര രസകരമായ വാക്കുകളില്ല, വ്യാകുലമാണ്. 7 വ്യാകുലങ്ങളിൽ ഒന്നാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥയില് മാതാവ് സഹിക്കാൻ പോകുന്ന സഹനങ്ങള്. അമ്മ അതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവഗീതമാണോ? ഒരു കുഞ്ഞിനെ വളർത്തുമ്പോ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട മേഖലയില് കഷ്ടപ്പാടുകള്, വേദനകൾക്ക് അവർ വരും. അതെല്ലാം സ്വീകരിക്കുന്ന വ്യാകുലങ്ങള്, കഷ്ടപ്പാടുകള്, ഇതൊക്കെ ഈ ലോക ജീവിതത്തില് സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ്. എന്നാൽ അതിനു വേണ്ട കൃപയും അഭിഷേകവും പരിശുദ്ധ അമ്മ ഈ ശുദ്ധീകരണത്തിലൂടെ, ഈ സമർപ്പണത്തിലൂടെ ദേവാലയത്തിൽ നിന്ന് നേടിയെടുത്തപ്പോ
അമ്മയുടെ ജീവിതത്തിൽ അത് കൃപയായിട്ട് മാറി, അനുഗ്രഹമായിട്ട് മാറി. അതുകൊണ്ട് മാതാവിന്റെ, യൗസപിതാവിന്റെ, ഉണ്ണീശോയുടെ ഒരു സമർപ്പണം, ഇത് ഈശോയുടെ സമർപ്പണം മാത്രമല്ല, യൗസപിതാവിന്റെയും മാതാവിന്റെയും കൂടി ഒരു സമർപ്പണമാണ്. ദൈവദാനമായ ജീവിതത്തെ ദൈവമേ നിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഏറ്റുപറച്ചിലും ഒരു സമർപ്പിക്കലും, അവിടെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലും സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകളും വചനത്തിന്റെ സ്ഥിരീകരണവും എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മക്കളെ നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ഈ മാമോദിസായിലൂടെയും അതുമായിട്ട് ബന്ധപ്പെട്ട സമർപ്പണത്തിലൂടെയും ഒക്കെ ഇതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യാകുലങ്ങൾ, കൊച്ചിനെ വളർത്താൻ സഹനങ്ങൾ, ഇതെല്ലാം സ്വീകരിക്കാനുള്ള കൃപയും ഒക്കെ കൂദാശയിലൂടെ വാങ്ങിച്ചെടുത്തുകൊണ്ട് കൂടുതൽ അഭിഷേകത്തോടെ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ സന്തോഷത്തിന്റെ വലിയൊരു രഹസ്യമാണ് ദൈവം തന്നതിനെ ദൈവത്തിന് സമർപ്പിച്ച്, ദൈവം തന്ന ജീവിതത്തെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ കൃപയിൽ, അവിടുത്തെ സഹായത്തിൽ മുന്നോട്ട് പോകുക. വ്യാകുലങ്ങൾ വരും, കഷ്ടപ്പാടുകൾ വരും, പക്ഷേ അവിടെയും കർത്താവിന്റെ കൃപയും കർത്താവിന് സമർപ്പിക്കപ്പെട്ടതിന്റെ ശക്തിയും ചൈതന്യവും നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഒരു വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം കർത്താവിന്റെ വലിയ കരുണയ്ക്കായി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ മാമോദിസായെയും നമ്മുടെ ഈ സമർപ്പണത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വന്നുപോയ കുറവുകളെ, പോരായ്മകളെ തിരുത്തിക്കൊണ്ട്, നികത്തിക്കൊണ്ട് കൂടുതൽ അഭിഷേകത്തോടെ, ശക്തിയോടെ, കരുത്തോടെ ദൈവത്തിന് സ്വന്തമായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഇടയാകട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ സമർപ്പണം, കർത്താവിന് സമർപ്പിച്ച ആ സമർപ്പണം മാമോദിസായിലൂടെയും ആ ദേവാലയ പ്രവേശനത്തിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും ഒക്കെ കർത്താവിന് ചെയ്ത സമർപ്പിച്ച സമർപ്പണം അതിശക്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യ സന്നിധിയില് ഈ ഒരു മേഖലയിൽ നമ്മുടെ മക്കളെയും കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ നമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ തിരുക്കുടുംബത്തിന്റെ വലിയ മാതൃക നൽകിക്കൊണ്ട് ഇന്ന് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തങ്ങൾക്ക് ലഭിച്ച വലിയ ദാനമായ ഈശോയെ കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ, തങ്ങൾക്കുള്ള സകലത്തിനെയും ദൈവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിന് സമർപ്പിച്ചപ്പോ അതിലൂടെ വരുന്ന കഷ്ടപ്പാടുകള്, വ്യാകുലങ്ങളെ കുറിച്ചൊക്കെ കേട്ടപ്പോ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് കൃപ സ്വീകരിച്ച തിരുക്കുടുംബത്തിന്റെ വലിയ മാതൃക നൽകിക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുമ്പോ കർത്താവേ ദിവ്യകാരുണ്യനാഥ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാണ്, ഞങ്ങളുടെ മക്കൾ അങ്ങയുടേതാണ്, ഞങ്ങളുടെ കുടുംബം അങ്ങയുടേതാണ്. കർത്താവേ, സ്വാഭാവികമായ സഹനങ്ങള്, വ്യാകുലങ്ങള്, കുരിശുകളൊക്കെ ഞങ്ങൾക്കുമുണ്ട്. മക്കളെ ഓർത്തുള്ള വേദനകള്, കുടുംബത്തെ ഓർത്തുള്ള വേദനകള്, ഒത്തിരിയേറെ സങ്കടങ്ങള്, കർത്താവേ അതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ ശക്തമായ ഇടപെടല്, അഭിഷേകം എല്ലാം നിറച്ചുകൊണ്ട് കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവേ, ഇത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സഭയുടെ നിയമങ്ങൾ അനുസരിക്കുവാനും ദൈവിക നിയമങ്ങൾ അനുസരിക്കുവാനും വചനത്തിലൂടെ കൽപ്പനകളിലൂടെ അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. വന്നുപോയ വീഴ്ചകള്, അയോഗ്യതകള്, ചൈതന്യമില്ലായ്മകള്, ഉദാശകളുടെ അയോഗ്യതയുള്ള പരിക്രമങ്ങള്, അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകള്, അതിലൂടെ ഞങ്ങൾക്കുണ്ടായ സമർപ്പണമില്ലായ്മയുടെ ഒത്തിരിയേറെ കുറവുകള് ഈശോയെ എല്ലാം അങ്ങ് പരിഹരിക്കണമേ, ഏറ്റെടുക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതിനായി അങ്ങയുടെ സ്വന്തമായി, അങ്ങയുടേത് മാത്രമായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ദിവ്യകാരുണ്യ ഈശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കണമേ. നീ വന്നു ശാന്തിയേകോ, നീ വന്നു
സൗഖ്യമേകോ. നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. പൂർണ്ണമായി നമുക്ക് ഈശോയുടെ മുമ്പില് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാത്തിനെയും സമർപ്പിക്കാം. ഈശോയുടെ സ്വന്തമായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ലോകത്തിലും ശപിക്കപ്പെട്ട മണ്ണിലും ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ സാത്താന്റെ ഒത്തിരി ആധിപത്യമുള്ള ഈ ലോകത്തില് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന സഹനങ്ങള്, വ്യാകുലങ്ങള്, കഷ്ടപ്പാടുകള് എല്ലാം സ്വീകരിക്കാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയെ പോലെ, യൗസേപ്പ് പിതാവിനെ പോലെ നമുക്ക് നമ്മുടെ കുടുംബത്തെയും മക്കളെയും അവസ്ഥകളോടുകൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ വലിയ കൃപയ്ക്കായി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീശോയേ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവിടെ കുടുംബത്തിലെ വ്യാകുലങ്ങള്, സഹനങ്ങള് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം കൃപയാക്കി മാറ്റാൻ വേണ്ട വലിയ ശക്തിയും കൃപയും ഇപ്പോൾ ദിവ്യകാരുണ്യശോയെ അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങ് ചൊരിയണമേ. ആമേൻ.